തിരക്ക് എന്ന വാക്കിന് ഒഴിവാക്കൽ എന്ന അർത്ഥം കൂടി ഉണ്ടാകാറുണ്ട്. എല്ലാ പേരുടെയും കാര്യത്തിലല്ല കേട്ടോ. സ്നേഹബന്ധങ്ങളൊക്കെയും നഷ്ടപ്പെടുത്തുന്ന ഒരു വാക്കാണ് തിരക്ക്. അത് പലപ്പോഴും നമ്മൾ എന്താണ് നമ്മുടെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് പറയാറുണ്ട്, അയ്യോ എനിക്ക് തിരക്കാണ് എന്നൊക്കെ. പക്ഷെ ഒഴിവാക്കലിന് വേണ്ടി പറയുന്ന ആ തിരക്ക് എന്നുള്ള വാക്കിനെ തിരിച്ചറിയാനായിട്ട് റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല അല്ലേ. യഥാർത്ഥ തിരക്ക് ഇതാണ്, അതല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ തിരക്ക് ഇതാണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. തിരക്ക് എന്ന് പറയുന്ന വാക്കിന്റെ എണ്ണം കൂടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ക്വാളിറ്റി ടൈം ഒക്കെ ഒത്തിരി കുറയും. അവിടെ കണക്ഷന് മേലെ ഡിസ്കണക്ഷൻ വരാനായിട്ട് തുടങ്ങും. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യഥാർത്ഥ തിരക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ അകൽച്ച വന്നു തുടങ്ങുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട്, എഫേർട്ട് ഇടാനായിട്ട് ഇവരും എൻ്റെ പ്രയോറിറ്റിയാണ് എന്നുള്ള രീതിയിൽ പെരുമാറും. തിരക്ക് എന്നാൽ നമുക്ക് വേറെ പ്രയോറിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒഴിവാക്കലിന് വേണ്ടിയിട്ട് തിരക്ക് എന്ന വാക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നവരുടെ പിന്നിൽ രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, എനിക്ക് ഈ സിറ്റുവേഷൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എടുക്കുന്ന ഒരു തിരക്ക്. രണ്ട്, ഇത് വേണ്ട, എനിക്ക് ഇതിനു വേണ്ടിയിട്ട് സമയം പാഴാക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വെറുതെ ആ വാക്കിനെ പഴിചാരിക്കാതെ എന്ത് ചെയ്യുക, ഉള്ള കാര്യം ഉള്ളു തുറന്നങ്ങ് പറയുക. അതല്ലെങ്കിൽ അവഗണനയുടെ വലിയ ആഴമാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് സൃഷ്ടിക്കുന്നത്. ആ വാക്കിന് അത്രമേലൊക്കെ ഒരു ശാപം വാങ്ങിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ തിരക്ക് എന്ന വാക്കിന് ചിലരിടത്തൊക്കെ ഒഴിവാക്കൽ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് അവർക്കും പറ്റുന്നതാണ്. കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. അവഗണനയേക്കാൾ വലിയൊരു പെയിനൊന്നും ആർക്കും കൊടുക്കാനില്ല.